വൺ ടൈം ടാക്സസ് വൺ ടൈം ചാർജസോ പിന്നെ ഹിഡൻ ചാർജസോ ഒന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എടുക്കത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. $2000 $1000 പിന്നെ ഏകദേശം 1.5 ലക്ഷം രൂപ അല്ലാതെ വേറെ ചാർജുകളോ അങ്ങനെ ഒരു ചാർജുകളോ എടുക്കില്ല എന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം അതിൻ്റെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുള്ള കാര്യവും കൂടെ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാര്യം മറ്റ് ഏജൻസികൾ ഈ നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് $2000 $1500 പിന്നെ ഇതുകൂടാതെ 1.5 ലക്ഷം രൂപ തന്നെ വേറെ പല പല ചാർജസ് എന്നും പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കൺസൾട്ടൻസിയെ നമുക്ക് കിട്ടിയതിൽ നമ്മൾ വളരെ സന്തോഷമാണ്. കാര്യം ഇത്രയും ജെന്യുവനായിട്ടുള്ള ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ അപെക്സ് ഓവർസീസും ശുഭം യാദവും. हेलो एवरीवन, वेलकम टू अपेक्स ओवरसीज एजुकेशन प्राइवेट लिमिटेड। मैं हूं शुभम यादव और मेरे साथ हैं सैला साजी मैम, जो त्रिवेंद्रम केरला की रहने वाली हैं, और उनके साथ उनकी डॉटर सुहैना साजी हैं, जो 28th को हमारा 96 स्टूडेंट्स का जो बैच फ्लाई कर रहा है। सुहैना साजी भी उस बैच का एक हिस्सा हैं, वो भी उसी बैच में जो है वो फ्लाई करने वाली हैं। तो मैम का हम अनुभव जानेंगे। मैम जो है वो केरला से हैं, कि कैसा इनका अनुभव हमारी कंपनी के साथ, हमारी एजेंसी के साथ या मेरे साथ कैसा इनका अनुभव रहा। तो पहले तो बहुत बहुत थैंक्स मैम। और मैम, कैन यू इंट्रोड्यूस योर सेल्फ? എൻ്റെ പേര് ഷൈല എന്നാണ്. ഞാൻ എൻ്റെ മോൾക്ക് സുഹൈന ഷാജി, അവൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ശുഭം യാദവിൻ്റെ വീഡിയോ കാണാനിടയായത്. ശുഭം യാദവ് ചെയ്ത ഈ വീഡിയോയിൽ വൺ ടൈം ചാർജസോ പിന്നെ ഹിഡൻ ചാർജസോ ഒന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എടുക്കത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. $2000 $1000 പിന്നെ ഏകദേശം 1.5 ലക്ഷം രൂപ അല്ലാതെ വേറെ ചാർജുകളോ അങ്ങനെ ഒരു ചാർജുകളോ എടുക്കില്ല എന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇദ്ദേഹം അതിൻ്റെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുള്ള കാര്യവും കൂടെ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഈ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാര്യം മറ്റ് ഏജൻസികൾ ഈ നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് $2000 $1500 പിന്നെ ഇതുകൂടാതെ 1.5 ലക്ഷം രൂപ തന്നെ വേറെ പല പല ചാർജസ് എന്നും പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ശുഭം യാദവ് അവരെ അപെക്സ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാം നല്ല വലിയ വിശാലമായ ക്യാമ്പസും പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. പിന്നെ ഇങ്ങനെ ഒരു കൺസൾട്ടൻസിയെ നമുക്ക് കിട്ടിയതിൽ നമ്മൾ വളരെ സന്തോഷമാണ്. കാര്യം ഇത്രയും ജെന്യുവനായിട്ടുള്ള ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ അപെക്സ് ഓവർസീസും ശുഭം യാദവും. അപ്പോൾ അതിൽ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നി. കാര്യം നമ്മളെ ഈ ഇത്രയും കുറഞ്ഞ ഒരു ഇതിൽ നമ്മളെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ കൊണ്ടുപോയതിന് നമുക്ക് സന്തോഷമുണ്ട്. ओके मैम। और मैम, मैं ये जानना चाहूँगा कि आपने फार ईस्टर्न फेडरल यूनिवर्सिटी को ही अपनी चॉइस में क्यों रखा? क्योंकि रशिया में बहुत सारी यूनिवर्सिटी थी, तो आपने फेफू को क्यों चुना? ഈ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ലോകത്തിലെ നല്ലൊരു യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ വലിയ ക്യാമ്പസും പിന്നെ അതിൽ ഈ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസും എല്ലാം നമ്മൾ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ ഹോസ്റ്റൽ കിട്ടാതെ സിറ്റിയിലൊക്കെ ഹോസ്റ്റലിന് വേണ്ടി അലയാറുണ്ട്. ഇവിടെ അതിൻ്റെ കാര്യമില്ല. അവർക്ക് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ബാങ്കും റെസ്റ്റോറൻറ്റ്സും ക്യാൻറ്റീനും ATM എല്ലാ ഫെസിലിറ്റീസും എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ വളരെ വിശാലമായ ക്യാമ്പസും ഇത് കൊണ്ടാണ് നമ്മൾ ഈ കോളേജിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. हाँ, ओके मैम। और मैम, एक चीज़ और भी है कि लाइक आज आप मतलब जैसे आपने हमें पहली बार कांटेक्ट किया और आप केरला से थे, तो आप बहुत दूर के थे। आपने फिर एक नॉर्थ वेस्ट कंपनी को, हमारी जो कंपनी है उसको आपने चुना, जबकि आप केरला के रहने वाले थे, आप त्रिवेंद्रम के रहने वाले थे। तो आज जो है वो जैसे आपका जो वीज़ा है वो जैसे आ गया है, आज वीज़ा कलेक्ट करने आप आए हो, तो आज आप मतलब कैसा महसूस कर रहे हो? या फिर आज जो है वो सुहैना जो है वो 2 दिन के बाद फ्लाई करने वाली है, तो मतलब कैसा आप महसूस कर रहे हो? कि
നമുക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം നമുക്ക് നമ്മൾ വിസയ്ക്ക് വേണ്ടി കൊടുത്ത സമയത്ത് തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ശുഭം യാദവ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് ഇതിന് മുന്നുള്ള റിവ്യൂസ് കിട്ടിയപ്പോഴും ഇത് നല്ല നമുക്കിത് ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് റിവ്യൂ കിട്ടിയതിന് പുറത്താണ് ഞങ്ങൾ അപ്പെക്സ് ഓവർസീസിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. നമുക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിന് വിസ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കണക്ക് നാളെ കൊച്ചു പോവുകയാണ്. അപ്പോൾ അത് നമുക്കത് വളരെ സന്തോഷമായി. കാര്യം അവർ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു കഴിഞ്ഞു. അവരെ വേർഡ്സ് അവർ കീപ്പപ്പ് ചെയ്ത് ഒരു ഇതും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്കങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ എന്നുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവർ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. പിന്നെ അതുകൂടാതെ മുമ്പ് കൊണ്ടുപോയ പിള്ളേരെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അവർ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് നമുക്ക് മനസ്സിലായി. അവർ നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും അവരുടെ വേർഡ്സ് അവർ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ വേർഡ് ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർ വിശ്വാസം ഉണ്ടായിരുന്നു. ओके, तो ये हमारे साथ जो थी वो सैला साजी मैम थी जो त्रिवेंद्रम की थी और जिन्होंने जो भी अपना अनुभव है वो आपके साथ साझा किया। और ये सुहैना साजी थी। तो मैम ऑल द बेस्ट टू यू। और सुहैना आपको भी, आप जाएं और बहुत अच्छा करें, हमारी यही कामना है। तो थैंक यू सो मच अपना टाइम देने के लिए। तो थैंक यू फॉर वॉचिंग द वीडियो।